ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് സിലബസിൽ ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ഇതിന്റെ മൂന്നിന്റെയും സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ജോമെട്രി. അത് ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് സ്ട്രക്ചർ എന്താണ്, ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് പോകാനെങ്കിലും ഇതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആൽക്കെയിൻസിൽ എങ്ങനെയാണ് സിംഗിൾ ബോണ്ട് ആണ്, ആൽക്കീനിൽ ഡബിൾ ആണ്, ആൽക്കൈനിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ. സി സിംഗിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് സി, സി ട്രിപ്പിൾ ബോണ്ട് സി അല്ലേ. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ നിന്നും പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. നോമൻക്ലേച്ചറിന്റെ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്ന പോർഷൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം ഹൈബ്രിഡൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഓക്കെ. ഇനി ആൽക്കെയിൻസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഓരോ കാർബൺ ആറ്റം കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ആൽക്കെയിൻസിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ്? sp3 ആണ്. ജോമെട്രി എന്താണ്? ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. അവിടുത്തെ ബോണ്ട് ആംഗിളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക, 109.5. sp3 ഹൈബ്രിഡൈസേഷൻ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് ആൽക്കീൻസിന്റെ കേസിൽ എങ്ങനെയാണ്? സി ഡബിൾ ബോണ്ട് സി ആണ്. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയഗണൽ പ്ലനാർ ജോമെട്രി ആണ്. 120 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. നോക്കിയേ, സോറി, sp2 ഹൈബ്രിഡൈസേഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നമ്മുടെ നോട്ടിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നെക്സ്റ്റ് ആരാണ്? ആൽക്കൈൻസ് ആണ്. സി ട്രിപ്പിൾ ബോണ്ട് സി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ലീനിയർ ജോമെട്രി ആണ്. 180 ഡിഗ്രി. ലീനിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അല്ലേ? സിമ്പിൾ, ഇങ്ങനെയാ വരിക. അപ്പം എത്രയാ വരിക ആംഗിള്? 180 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നത്. അപ്പൊ ഇതുകൂടി ഒന്ന് നോക്കിയേക്കുക. അതായത് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ഇൻഡെപ്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ഹൈബ്രിഡൈസേഷൻ എന്താണ്, അവിടെ സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ എന്ന് എഴുതാൻ നിങ്ങൾക്ക് എന്തായിട്ടും അറിയായിരിക്കും. പിന്നെ അവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, നെക്സ്റ്റ് അതിന്റെ ജോമെട്രി എന്താണ്, അവിടുത്തെ ആംഗിൾ എത്രയാണ്, ഇത് മൂന്നൊന്ന് നോക്കി വെച്ചിട്ട് പോവാം. പറ്റുമെങ്കിൽ അതിന്റെ സ്ട്രക്ചർ കൂടി വരയ്ക്കാൻ പഠിച്ചിട്ട് പോവാം, ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ,